നമസ്കാരം. ആറന്മുള വിമാനത്താവളം കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വിമാനത്താവളം ഉണ്ടാക്കണമെന്നുള്ള ശക്തമായ ആവശ്യവുമായി സർക്കാർ ഇറങ്ങിപ്പുറപ്പെട്ട് വളരെയേറെ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോഴും ആ കേസുകൾ നിലനിൽക്കുന്നു. UDF സർക്കാർ ഇപ്പോൾ അധികാരത്തിലേറി വന്നപ്പോൾ തന്നെ വിമാനത്താവളം ഉണ്ടാക്കിയേ മതിയാകൂ എന്ന ഒരു ദൃഢചിന്തയോടുകൂടിയാണ് ഇപ്പോൾ തുടങ്ങി വച്ചിരിക്കുന്നത്. ആറന്മുള തന്നെ വിമാനത്താവളം വരണം, അതിൻ്റെ ഗുണഗണങ്ങളെ പറ്റിയൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ആറന്മുള വിമാനത്താവളം വരുമ്പോൾ ഗുണമാണോ ദോഷമാണോ കൂടുതൽ എന്ന് ചിന്തിക്കാം. അത് നമ്മൾ ഒന്നിൻ്റെയും ഭാഗമാകാതെ വേണം അത് പരിശോധിക്കാൻ. ആറന്മുള വിമാനത്താവളം വരുമ്പോൾ വളരെയധികം ജോലികൾ കിട്ടും എന്നാണ് ആന്റോ ആന്റണി MP പറഞ്ഞിരിക്കുന്നത്. ആർക്ക് ജോലി? പൈലറ്റുമാരും എയർ ഹോസ്റ്റസുമാരും ടെക്നിക്കൽ സ്റ്റാഫും ഒന്നും നാട്ടുകാരെ ഒന്നും എടുക്കത്തില്ല. പിന്നെ എടുക്കാൻ സാധ്യതയുള്ളത് സെക്യൂരിറ്റി ജോലിക്കാർ, ക്യാൻറ്റീൻ സർവീസ്, ടിക്കറ്റ് കൊടുക്കുന്നവർ ഒക്കെ എല്ലാം കൂടെ ഈ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ പരമാവധി 450 തസ്തികകൾ വരും. അത് മൊത്തം നാട്ടുകാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ഒന്നോ രണ്ടോ പത്തോ പേർക്ക് കിട്ടിയെന്നിരിക്കാം, അതും യോഗ്യതയൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ തൊഴിൽ കിട്ടും എന്നുള്ള വാഗ്ദാനം വെറും പൊള്ളയാണ്. തൊഴിൽ കിട്ടത്തില്ല. പിന്നെ വരുന്നത് ഒരൊറ്റ ചോദ്യം: 450 പേർക്ക് തൊഴിൽ കിട്ടും പരമാവധി. അത് നാട്ടുകാർക്ക് കിട്ടണമെന്നില്ല, 12 ജില്ലക്കാർക്ക് കിട്ടണമെന്നില്ല, ഒന്നുമില്ല. ഒരു ക്യാൻറ്റീൻ സർവീസ് തുടങ്ങുമ്പോൾ ക്യാൻറ്റീൻ കരാർ എടുത്ത് ചെയ്യുന്ന ആൾക്ക് ഇഷ്ടമുള്ള ആളുകളെയാണ് അവിടെ ജോലിക്കാരായി വെക്കുന്നത്. ആറന്മുളക്കാർ 10 പേരെ തൊഴിൽ വെക്കണമെന്നൊന്നും നിബന്ധനയില്ല, അങ്ങനെ വെക്കാനും പറ്റത്തില്ല. ടാക്സി ഡ്രൈവേഴ്സ്, ഡൊമസ്റ്റിക് വിമാനത്താവളമാണ്, ഇന്റർനാഷണൽ അല്ല, അതും വളരെ കുറവ് ടാക്സിയെ വരും. എല്ലാം കൂടെ തൊഴിലവസരം 1000 കൂട്ടിയാലും ഇപ്പോൾ ആറന്മുളയിൽ കൃഷി അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളികൾ 8000 മുതൽ 12000 വരെയുണ്ട് തൊഴിൽ. അതെല്ലാം നശിക്കും. അക്വിസിഷൻ വരും, പലരെയും കുടുംബമില്ലാതാവും, വീടില്ലാതാവും. പിന്നെ ആറന്മുള ഒരു പൈതൃക ഗ്രാമമാണ്. ആറന്മുളയിലെ വള്ളംകളി, ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം, അതിൻ്റെ ആചാരങ്ങൾ ഒക്കെ, അതിൻ്റെ ചുറ്റുവട്ടവും എല്ലാം അതിൻ്റേതായിട്ടുള്ള ഒരു പൈതൃക സംസ്കാരം ഉള്ള നാടാണ്. അത് മുഴുവൻ നശിക്കും, യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ ഡൊമസ്റ്റിക് എയർപോർട്ടാണ് വരുന്നത്. ഡൊമസ്റ്റിക് എയർപോർട്ട് വരുമ്പോൾ അക്വിസിഷൻ വരും, പലരുടെയും വീട് പോകും, അവരൊക്കെ കുടിയേറി പാർക്കേണ്ടതായി വരും. ആ നാട്ടിൽ നിന്നേ പോകേണ്ടി വരും. ആ നാട്ടിൽ വേറെ വസ്തു ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇന്റർനാഷണൽ എയർപോർട്ട് ആയാൽ ഭാവിയിൽ ആറന്മുള മുഴുവൻ ഈ എയർപോർട്ടാകും. ആറന്മുളക്കാര് എന്ന് പറഞ്ഞ ഒരാളും അവിടെ ഇല്ലാതാകും. പിന്നെ ഹോട്ടലുകൾ വരും, വൻ ഹോട്ടലുകൾ വരും. ഹോട്ടലുകൾ വന്നാൽ ആർക്കാണ് ഗുണം? പത്തനംതിട്ടക്കാർക്ക് പോലും ഗുണം ഉണ്ടായില്ല. അതൊക്കെ വൻകിടക്കാർ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയും ഗുണമില്ല. അപ്പോൾ ആറന്മുളയുടെ സാംസ്കാരിക പൈതൃകം ഇല്ലാതെയാകും അവിടെ എയർപോർട്ട് വന്നാൽ. ആറന്മുള തന്നെ എയർപോർട്ട് വരാൻ ഉള്ള കാര്യകാരണങ്ങൾ UDFകാർ പറയുന്നത് റാന്നി, അടൂർ, പത്തനംതിട്ട, തിരുവല്ല എന്നിവിടങ്ങളിലുള്ളവർക്ക് വരാൻ സൗകര്യമാണെന്ന്. ഇവിടെ പത്തനംതിട്ട തന്നെ പല എസ്റ്റേറ്റുകളുണ്ട്, കൊടുക്കാൻ തയ്യാറായിട്ടുള്ള പല എസ്റ്റേറ്റുകളുണ്ട്. ഈ വരുന്നവർക്കൊക്കെ 10, 15, 20 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ആറന്മുളയിൽ തന്നെ വരണം എന്ന് ചിന്തിക്കുന്നതിൻ്റെ ആന്തരിക ഉദ്ദേശ്യം എന്താണ്? അവിടുത്തെ പൈതൃകം തകർക്കണം എന്ന് തന്നെയാണ്. അവിടുത്തെ പൈതൃകം തകർക്കേണ്ടത് ചിലരുടെ ആവശ്യമാണ്. അതാരുടെ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ഹിന്ദു സംസ്കാര രീതിയിലുള്ള പൈതൃകമാണ് അവിടെ നൂറ്റാണ്ടുകളായി അനുവർത്തിച്ചു വരുന്നത്. അത് ഇല്ലാതെയാക്കണം. ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ എയർപോർട്ട് വന്നാൽ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാവും. വെള്ളം പമ്പയാറിൽ 10 അടി പൊങ്ങിയാൽ കയറുന്ന സ്ഥലമാണ് ആറന്മുള. എയർപോർട്ട് സുഗമമായി പോകാൻ യാതൊരു സാധ്യതയുമില്ല. നീരൊഴുക്ക് ചാലുകൾ അടയും. അവിടെ ശേഷിക്കുന്നവർ പോലും വളരെ ബുദ്ധിമുട്ടി ജീവിക്കേണ്ടതായിട്ട് വരും. പൊല്യൂഷൻ കൂടും. വളരെ ജനപ്പെരുപ്പമുള്ള ഒരു സ്ഥലമാണ് ആറന്മുള, നമുക്കറിയാം. അവിടെ പൊല്യൂഷൻ വളരെയേറെ കൂടും. അവിടെ ജീവിക്കുന്നവർക്ക് ജീവിതം ദുസ്സഹമാവും. ആറന്മുള കണ്ണാടിയും ആറന്മുള വള്ളംകളിയും വള്ളസദ്യയും ഒക്കെ ഇല്ലാത്ത ആറന്മുള നമുക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. നമ്മുടെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ സംസ്കാരം നശിപ്പിച്ച്, പൈതൃകം നശിപ്പിച്ച് ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ പൈതൃകവും ഒക്കെ നിലനിർത്തി പോകേണ്ടത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എന്തായാലും ആറന്മുള എയർപോർട്ടിൻ്റെ ചർച്ചകൾ ഇനിയും വരുന്നുണ്ട്. ഇതിനിയും സാധാരണ രീതിയിലൊന്നും പോകില്ല. ജനങ്ങളുടെ പ്രതിഷേധമുണ്ടാവും, ശക്തമായ സമരങ്ങളുണ്ടാവും, പല കാര്യങ്ങളും ഇവിടെ ഉണ്ടാകും. ഒരു പുനരാവർത്തനമായിരിക്കും ഇനിയും ഈ എയർപോർട്ട് ഇവിടെ കൊണ്ടുവരാൻ UDF സർക്കാർ തീരുമാനിക്കുന്നതിൽ നിന്നും ഉണ്ടാകുന്നത്. യാതൊരു സംശയവും വേണ്ട. പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഇതിലും സൗകര്യമുള്ള പല സ്ഥലങ്ങൾ ഉണ്ടായിരിക്കെ എയർപോർട്ട് ഇവിടെ തന്നെ വരുത്തണം എന്ന ചിന്ത ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അതാണ് ഉത്തമം. അല്ലെങ്കിൽ വെറുതെ
ഊർജം കളയാമെന്ന് മാത്രമേ ഉള്ളൂ, കുറേ പ്രശ്നങ്ങൾ കൂടെ ഉണ്ടാകാമെന്ന് മാത്രമേ ഉള്ളൂ, യാതൊരു സംശയവും വേണ്ട. ഈ എയർപോർട്ട് കൊണ്ട് ഈ നാട്ടുകാർക്കോ ഈ പത്തനംതിട്ട ജില്ലക്കാർക്കോ അവിടെ താമസിക്കുന്നവർക്കോ ഗുണത്തേക്കാൾ ഏറെ ദോഷമേ ഉള്ളൂ, ഒരു ഗുണവുമില്ല. ഡൊമസ്റ്റിക് എയർപോർട്ടാണ് വരുന്നത്. ഇന്റർനാഷണൽ ആണെങ്കിൽ പിന്നെയും പറയായിരുന്നു, എൻ്റെ മക്കളൊക്കെ വെളിയില്ല, അവരെ ആറന്മുള പോയി സ്വീകരിച്ചാൽ മതിയായിരുന്നു. എന്നാലും ഇന്റർനാഷണൽ എയർപോർട്ട് വന്നാൽ ആറന്മുള മുഴുവൻ പ്രദേശവും എയർപോർട്ടിന്റെ ഭാഗമാകും. എയർപോർട്ടിന് എന്തുമാത്രം സ്ഥലം വേണമെന്നുള്ളത് നമുക്കറിയാം. അതിന്റെ റൺവേ തന്നെ എത്രയോ ഏറെ കിലോമീറ്ററുകളാണ്. അപ്പോൾ ആറന്മുള മുഴുവൻ എയർപോർട്ടിന്റെ ഭാഗമാകും. അവിടെ ജീവിച്ചു വന്ന ഒറ്റ ആൾക്കാരും അവിടെ പിന്നീട് കാണില്ല. പല സ്ഥലങ്ങളിലായിട്ട് അവർ നാട് കടത്തപ്പെടും. ആ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.